രാഹുൽ ഗാന്ധിക്ക് എന്താണ് പറ്റുന്നത് എന്നാണ് ചോദ്യം. കാര്യം രാഹുൽ ഗാന്ധിക്ക് ഈ അധികാരം സ്ഥിരമായി ഇപ്പം മൂന്നാമത്തെ ടേമാണല്ലോ എൻ ഡി അധികാരത്തിലുള്ളത്. ഇപ്പം അധികാരം കിട്ടാതെ അദ്ദേഹത്തിൻ്റെ കിളി പോയോ എന്നുള്ളതാണ്. കാരണം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ട്രംപും മോദിയുമായിട്ടുള്ള സൗഹൃദമൊക്കെ എല്ലാ ആളുകൾക്കും അറിയാം. ഇപ്പോൾ അങ്ങോട്ട് നമ്മൾ ജയശങ്കറിനെ അമേരിക്കയിലേക്ക് പറഞ്ഞയച്ചിട്ട് മോദിയെ അങ്ങോട്ട് ക്ഷണിക്കണമേ എന്നൊക്കെ പറയാനാണ് നമ്മൾ പറഞ്ഞയച്ചതെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഇതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിനൊന്നും പറയുന്നുമില്ല. ഇതൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ലോക്സഭയിൽ വലിയ ബഹളമായിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്ക് എന്താ പറ്റുന്നത്? നമുക്ക് ഒറ്റ സമാധാനമേ ഉള്ളൂ അടിസ്ഥാനപരമായിട്ട്. കാരണം ഈ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകില്ല ഒരു കാലത്തും. ഭാവി പ്രധാനമന്ത്രി പ്രശ്നമില്ല, സ്ഥിരമായ ഭാവി പ്രധാനമന്ത്രി. അപ്പോൾ അതുകൊണ്ട് ഒരു ആശ്വാസവും സമാധാനമുണ്ട്. അല്ലെങ്കിൽ ഈ നമ്മളെപ്പോഴും പറയാറുള്ള കാര്യമായി രാഹുൽ ഗാന്ധിയുടെ അപക്വമായ പ്രസ്താവന. അത് തന്നെയല്ല, ഈ അന്താരാഷ്ട്ര രംഗങ്ങളിലും നയതന്ത്ര രംഗങ്ങളിലുമൊക്കെ യാത്രകൾക്കും ഒക്കെ ചില കൃത്യമായ പ്രോട്ടോക്കോളുകളും ചില കാര്യങ്ങളുമൊക്കെ ഉണ്ട്. ഒരു രാജ്യത്തിലെ വിദേശ രാജ്യങ്ങളെ സന്ദർശനം, ഒരു രാഷ്ട്രത്തലവർ സന്ദർശിക്കുമ്പോഴൊക്കെ ഉള്ള കാര്യങ്ങളെ പറ്റിയുള്ള മിനിമം കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെയുള്ള ഒരു മിനിമം ധാരണ പോലും ഇല്ലാത്ത ഇത്രയും നാളത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളെ നമ്മൾ എങ്ങനെയാണ് വിജയിപ്പിക്കേണ്ടത് എന്ന് മാത്രമല്ല, വേറൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ വിദേശ രാജ്യങ്ങളിൽ ചെന്ന് നടത്തുന്ന പ്രസ്താവനകളും എത്രത്തോളമായിരിക്കണം എന്നുള്ള ചില മിനിമം കാര്യങ്ങളുണ്ട്. അത് പോലും നമ്മൾ കാണാറുണ്ട്. ലണ്ടനിൽ ഓക്സ്ഫോർഡിൽ ചെന്ന് രാഹുൽ ഗാന്ധി നടത്തിയൊരു പ്രഭാഷണം, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ ഒന്നിലേറെ തവണ ചെന്ന് നടത്തിയപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതിലൊന്നും അതിശയമില്ല. ഇത് ഇന്ത്യൻ പാർലമെൻറ്റിലാണല്ലോ പറഞ്ഞതെന്ന് നമുക്ക് ആശ്വസിക്കാം. ഇത്ര മാത്രമേ അതിനെപ്പറ്റി നമുക്ക് പറയാനുള്ളൂ. കാരണം നമ്മൾ എന്താ ചെയ്യും, നമ്മൾ ഒരു ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ട്രംപിൻ്റെ ടേമിലും മോഡി തന്നെയായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി, മുഴുവൻ ഇന്ത്യൻ പ്രധാനമന്ത്രി. അപ്പോൾ നമ്മളത് കണ്ടതാണ്. പിന്നെ ഹൗഡി മോഡി എന്ന് പറഞ്ഞ പരിപാടി, അല്ലെങ്കിൽ മോഡി പിന്നെ അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മോഡിക്ക് ലഭിച്ച അധികാരം, അതൊക്കെ നമുക്ക് ജനങ്ങൾക്ക്, ഇന്ത്യയിലെ ജനങ്ങൾക്ക് നേരിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിനിടയിൽ കയറി ഇത്തരം കാര്യങ്ങൾ പരാമർശിക്കുന്നതിലൂടെ സ്വയം ഒരുപാട് താഴുകയും സ്വയം അബദ്ധനാവുകയാണ് ചെയ്യുന്നത്. താഴ്ന്നു എന്ന് പറയുന്നത് അല്ല, പക്ഷേ അബദ്ധനാവുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് വസ്തുത. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ വേറൊരു വിഷയമുള്ളത്, നമുക്ക് പിന്നെ ഇത് പറയാൻ കഴിയില്ല. ഇവർക്ക് പിന്നെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അബദ്ധത്തിന് ഈ അബദ്ധങ്ങൾ രാഹുൽ ഗാന്ധിയുടെ വായിൽ നിന്നും ഇങ്ങനെ അബദ്ധങ്ങൾ വീണ് കഴിഞ്ഞാൽ പിന്നെ അതിനെ താങ്ങുകയല്ല നിവൃത്തിയില്ലാത്ത ഒരു വിഭാഗം ആളുകൾ ആണല്ലോ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളത്. ഇത് പറ്റിയ അബദ്ധം കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയും അങ്ങനെ പറയരുത് എന്ന് ചൂണ്ടിക്കാണിക്കാനും ആളുകളില്ലല്ലോ. അതാണ് അദ്ദേഹത്തിന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ തകരാറ്. ഇപ്പം അങ്ങനെ പറഞ്ഞയച്ച് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാരോഹണ ചടങ്ങിനെപ്പറ്റി നമുക്കറിയാം. അവിടെ ജയശങ്കർ പങ്കെടുത്തിരുന്നു എന്ന് നമുക്കറിയാം. നമ്മുടെ വിദേശകാര്യമന്ത്രിയാണ് അവിടെ പങ്കെടുത്തിരുന്നറിയാം. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട്, വളരെ കൃത്യമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ആരൊക്കെയാണ് അവിടെ പങ്കെടുത്തിരുന്നതെന്ന് നമുക്കറിയാം. പിന്നെ ഈ അദ്ദേഹത്തെ സന്ദർശിക്കണമെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ചെല്ലുക എന്നൊരു കാര്യമില്ല. ഇന്ത്യ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു വലിയ വ്യാപാര പങ്കാളിയാണ്. അവിടെ ഏറ്റവും കൂടുതൽ വ്യാപാരം നടക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ്. പിന്നെ ഒരു ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം എന്നുള്ള നിലയിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏത് ഭരണാധികാരി വന്നാലും ഇന്ത്യയോട് താല്പര്യമുണ്ട്. കാരണം അമേരിക്കൻ വിപണിയുടെ ഏറ്റവും കൂടുതൽ ചെലവഴിക്കപ്പെടുന്ന ഒരു രാജ്യം എന്നുള്ള നിലയിൽ, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം എന്ന നിലയിൽ ഉണ്ട്. അതോടൊപ്പം പല കാര്യങ്ങളിലും നമ്മൾ അമേരിക്കയുടെ താല്പര്യവുമായി ചേർന്ന് നിന്നുകൊണ്ട് പോകുന്നുമുണ്ട്, പല കാര്യങ്ങളിലുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഒരു ഊഷ്മളമായ ബന്ധം നിലനിൽക്കുന്നുണ്ട്. അതിന് കോട്ടമുണ്ടാകുന്ന ഒന്നും തൽക്കാലം സംഭവിക്കില്ല എന്ന് നമുക്ക് അറിയുകയും ചെയ്യും. ഏറ്റവും ഒടുവിൽ ഈ കയറ്റുമതി തീരുവ ചുമത്തിയതിൽ തന്നെ മെക്സിക്കോ, കാനഡ, പിന്നെ ചൈന, ഈ രാജ്യങ്ങൾക്കൊക്കെ തീരുവ ഗണ്യമായി കൂട്ടിയ അവസരത്തിലും ഇന്ത്യയുമായുള്ള കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് ട്രംപ്. അല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കൂട്ടത്തിൽ ഇന്ത്യയും ഒരു വലിയ വിപണി ആയിരിക്കെ അത് ചെയ്യുമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇങ്ങനെയെല്ലാം ഇരിക്കെ സ്വാഭാവികമായും ഏറ്റവും അടുത്ത അവസരത്തിൽ മോഡിയും ട്രംപും കൂടി കാണും എന്നുള്ളതും നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഏറ്റവും അടുത്ത അവസരത്തിൽ കാണുമെന്നുള്ളത്. അതിനകത്ത് പ്രത്യേകമായ ഇദ്ദേഹം പറയുന്നത് പോലെയുള്ള ഒരു കാര്യങ്ങളുടെ ഒന്നും ഒരാവശ്യമില്ല. പിന്നെന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നുള്ളതിന് നമുക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥിരമായുള്ള അബദ്ധ പ്രസ്താവനകൾ, അതിനെ തിരുത്താൻ ആളില്ലാഴിക, ഇതൊക്കെ മാത്രമേ നമുക്ക് അതിനെപ്പറ്റി പറയാൻ കഴിയൂ. ഇതിലൊരു ട്രോള് ഞാൻ കണ്ടത്, കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് അങ്ങോട്ട് പോയിട്ട് ഞങ്ങളുടെ പ്രധാനമന്ത്രി ക്ഷണിക്കണമെന്ന് പറഞ്ഞതിൻ്റെ ഓർമ്മയുടെ അടിസ്ഥാനത്തിലായിരിക്കാം രാഹുൽ ഇത് പറഞ്ഞത്. പക്ഷേ ആൾ മാറിപ്പോയി, ഇപ്പോൾ ഭരിക്കുന്നത് BJP ആണ്, നരേന്ദ്രമോദിയാണ് എന്ന് പറഞ്ഞ ട്രോള് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ വേറൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുക. രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയാണല്ലോ ഇന്ദിരാഗാന്ധി. ഇന്നലെ ഈ ബംഗ്ലാദേശ് പ്രശ്നം രൂക്ഷമായിരുന്ന അവസരത്തിൽ അന്ന് ബംഗ്ലാദേശിൻ്റെ പിറവിക്കാലത്ത് ഇന്ത്യയോട് പിന്നെ ബംഗ്ലാദേശിൽ നിന്ന് വലിയ അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക്, ലക്ഷക്കണക്കിന് അഭയാർത്ഥികളാണ് ഇന്ത്യയിലേക്ക് വന്നത്. അവരെയൊക്കെ പിന്നെ തീറ്റിപ്പറ്റാൻ നമുക്ക് കഴിയുന്നത് ഇതൊരു അന്താരാഷ്ട്ര പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് അഖിലേന്ത്യാ
ലോക പര്യടനത്തിന് പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി ശ്രമിച്ചു. അവിടെ ചെന്ന് അമേരിക്കൻ പ്രസിഡന്റിനെ അന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല. കാരണം അദ്ദേഹം അത് ശ്രദ്ധിച്ചു തന്നെയില്ല അദ്ദേഹം ആ വിഷയം. പക്ഷേ അവർ ധീരമായ നിലപാടെടുത്തു. തിരിച്ചു വന്ന് അവർ ബംഗ്ലാദേശിനെ വിമോചിപ്പിച്ചു. അത് വസ്തുതയാണ്. അപ്പം ഇങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട്. എന്ന് ഞാൻ പറയാം, അമേരിക്കയിൽ ചെന്നിട്ട് പറ്റാതെ തിരിച്ചു പോകുന്ന അവസ്ഥയൊക്കെ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ പരിഗണിക്കപ്പെടാത്ത അവസ്ഥ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഈ രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയായ ഇന്ദിരാഗാന്ധിക്ക് തന്നെയാണ്. പിന്നെ അവരുടെ ഒരു കപ്പാസിറ്റി ഉണ്ട്. അവർ കാര്യങ്ങൾ മാനേജ് ചെയ്യുകയും തിരിച്ചു വന്ന് ആ വിഷയത്തിൽ കൃത്യമായി ഇടപെടുകയും ചെയ്തു എന്നുള്ളത് വേറൊരു വശം. ഞാൻ പറഞ്ഞു വന്നതല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രസ്താവിക്കുമ്പോൾ ഈ ചരിത്രം കുറേ മനസ്സിലാക്കുകയും ചരിത്രം പഠിക്കുകയും ചെയ്തിരിക്കണം രാഹുൽ ഗാന്ധി. അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകത്തില്ല എന്നുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ആശിക്കാനും നിവൃത്തിയില്ല. അല്ല, ഇതൊരു ഒരു ഒരു തരംതാണ പ്രസ്താവന എന്നതിലുപരിയായിട്ട് ഒരു നാലാംകിട രാഷ്ട്രീയക്കാർ നമ്മൾ ഈ കടയിലൊക്കെ ഇരുന്ന് ആ രീതിയിലേക്ക് ഒരു പാർലമെന്റിൽ സംസാരിക്കുന്നു രാഹുൽ ഗാന്ധി എന്ന് പറയുമ്പോഴാണ് വല്ലാത്തൊരു സങ്കടം. കാരണം നമ്മുടെ പ്രതിപക്ഷ നേതാവ് കൂടിയാണ്. തീർച്ചയായിട്ടും നമ്മുടെ പ്രതിപക്ഷ നേതാവ് കൂടിയാണ്. പിന്നെ ഒരു പാർട്ടിയുടെ നേതാവാണ്. അവർ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത നേതാവായിട്ടിരിക്കുന്നയാളാണ്. ഭാവി പ്രധാനമന്ത്രിയുമാണ്. ഭാവി പ്രധാനമന്ത്രിയായിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളുള്ള സ്ഥിതിക്ക് പിന്നെ നമ്മൾ ഇങ്ങനെ പറയുന്നത് ശരിയാണ്. പിന്നെ പാർട്ടി ചൂണ്ടിക്കാണിച്ച വളരെ ശരിയാണ്. ഇതൊരു തരം തറ വർത്തമാനമല്ലേ. നമ്മളിപ്പം ഇങ്ങനെ പറയാം, നമ്മളിപ്പം നാട്ടുപുറങ്ങളിലൊക്കെ നമ്മളിതൊന്നും സംസാരിക്കുമല്ലോ. ഒരാളെ അവിടെ വിളിച്ചില്ല, അല്ലെങ്കിൽ ഈ കല്യാണത്തിന് വിളിച്ചില്ല, അതുകൊണ്ട് ഞാൻ പോയില്ല, ഇങ്ങനെയൊക്കെയുള്ള ചില സംസാരങ്ങൾ നാട്ടിൽ. അയാൾ എന്നെ വിളിച്ചില്ല, അല്ലെ നേരിട്ട് വന്ന് വിളിച്ചില്ല, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല കല്യാണത്തിന്. ഇങ്ങനെയൊക്കെ നാട്ടിൽ പറയുന്ന വർത്തമാനങ്ങളുടെ നിലവാരത്തിലുള്ള ഒരു വർത്തമാനമാണ് ഈ അദ്ദേഹം ഇന്ത്യൻ പാർലമെൻറ്റിൽ പറഞ്ഞത്. ഇങ്ങനെ ജയശങ്കർ അങ്ങോട്ടേക്ക് അയച്ച് വിളിക്കണമെന്ന് പറഞ്ഞു, മോഡി ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. എത്ര അപക്വമായ പ്രസ്താവനയാണ്. നമുക്ക് സാധാരണ ജനത്തിന് പോലും, അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണ മനുഷ്യർക്ക് പോലും അത് മനസ്സിലാവുന്ന ഒരു വസ്തുതയാണ്. ഒരു വലിയ രാഷ്ട്രീയ വിദ്യാഭ്യാസമില്ലാത്ത അല്ലെങ്കിൽ രാഷ്ട്രീയ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരാൾക്ക് പോലും കൃത്യമായി മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഈ തരത്തിലുള്ള ഈ തറ വർത്തമാനം എന്ന് മാത്രമേ അതിനെ വിശേഷിപ്പിക്കപ്പെടുന്നുള്ളൂ. പിന്നെ രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഞാൻ എപ്പോഴും അത് പറയാൻ അത് ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതാണ്. അത് മനസ്സിലാക്കിയിരിക്കുന്നു കോൺഗ്രസ്സുകാരും എന്നാണ് ഞാൻ കരുതുന്നത്. ഉള്ളിൽ അവർ മനസ്സിലാക്കിയിരിക്കുന്നു, പുറത്ത് പറയാൻ ധൈര്യമില്ലെന്നുള്ളതേ ഉള്ളൂ. കാരണം അതുകൊണ്ട് കൂടി ആവണം അവർ രാഹുൽ നേതൃപദവിയിലേക്ക് വരരുതെന്ന് ആഗ്രഹിച്ച് ചിലപ്പോൾ പ്രിയങ്ക ഗാന്ധിയൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അത് തന്നെയല്ല, ഇന്ത്യ സഖ്യത്തിലെ വിവിധ നേതാക്കൾ ഈ രാഹുൽ ഗാന്ധിയെ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ലല്ലോ. നേതാവായിട്ട് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല, ആകത്തുമില്ലല്ലോ. തൃണമൂൽ കോൺഗ്രസ് ഒന്നും ഒരു കാരണവശാലുമല്ല. ശരത് പവാർ സമ്മതിക്കുന്നില്ല. പിന്നെ സോണിയാഗാന്ധി തന്നെ പ്രധാനമന്ത്രിയാകാൻ ഇരുന്നത് ശക്തമായ എതിർപ്പ് ശരത് പവാറും PS സംഗമയും താരിഖ് അൻവറും അവർ 3 പേരാണെന്ന്. താരിഖ് അൻവർ ഇവർ 3 പേരും കൂടെ ചേർത്താണ് അന്ന് ഈ സോണിയാഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനത്താക്കാതിരിക്കാൻ വേണ്ടിയുള്ള ചരട് വലിക്കുകയും അങ്ങനെ കോൺഗ്രസ് അന്ന് അവർ കോൺഗ്രസ് വിട്ടുപോകുന്ന സാഹചര്യം പിന്നെ ശരത് പവാറൊക്കെ ഉണ്ടാകുകയും ചെയ്തത് ഇതാണ്. അപ്പോൾ ഇവർ തീർച്ചയായിട്ടും ഈ പ്രധാനമന്ത്രി സ്ഥാനത്തിന് അല്ലെങ്കിൽ അർഹൻ നെഹ്റു കുടുംബത്തിൽ നിന്ന് തന്നെയാണ് എന്ന ഒരു ചിന്ത വെച്ചിട്ട് ഇങ്ങനെ പറയുന്ന ഒരു അനുയായ വൃത്തത്തിൽ അഭിരമിച്ച് ഇരിക്കുകയാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നെഹ്റു കുടുംബാംഗങ്ങൾ പറയുന്നത്. അല്ലാതെ മൻമോഹൻ സിംഗിനെയും രാഹുൽ ഗാന്ധി എങ്ങനെയാണ് അപമാനിച്ചതെന്ന് നമുക്കറിയാം. മൻമോഹൻ സിംഗിൻ്റെ ഇപ്പോൾ അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് സമാധി സ്ഥലം എന്ന് പറയുന്നത് ഉണ്ടാക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മെമ്മോറിയൽ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നവർ എങ്ങനെയാണ് ഈ മനുഷ്യൻ എന്താ പറയുന്നത് അത് അവതരിപ്പിച്ച ബില്ല് പത്രസമ്മേളനത്തിൽ വലിച്ചു കീറി കളഞ്ഞ് ഷോ കാണിച്ചതെന്നും ഒക്കെ നമുക്ക് അറിയാം. ഞാൻ പറഞ്ഞ ആ തരത്തിൽപ്പെട്ട ആ ഗണത്തിൽപ്പെടുത്താവുന്ന തരത്തിലുള്ള പ്രസ്താവനകളും ഇടപെടലുകളുമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ അർത്ഥത്തിൽ തന്നെ വേണം ഇതിനെ കാണാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് പിന്നെ അദ്ദേഹം ഉത്തരവാദപ്പെട്ട ചുമതലകൾ എന്താണെങ്കിലും വഹിക്കാതിരിക്കട്ടെ എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അങ്ങ് പറഞ്ഞതിനോടൊപ്പം ചേർത്ത് ഈ മുൻ രാഷ്ട്രപതിയായിട്ടുള്ള പ്രണബ് കുമാർ മുഖർജിയുടെ മകൾ ഇദ്ദേഹം മരിച്ച സമയത്ത് മൻമോഹൻ സിംഗ് അന്തരിച്ച സമയത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ അച്ഛനോട് കോൺഗ്രസ് ചെയ്തത് ഇതിലും ഭീകരമാണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞു. എന്നിട്ട് അവിടെ രാഷ്ട്രീയ നാടകം കളിക്കുകയാണ് കോൺഗ്രസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ തരത്തിലേക്ക് പലപ്പോഴും കോൺഗ്രസ് അവർക്കുള്ളിലെ നേതാക്കന്മാരോട് പോലും പകപോക്കുന്ന രീതിയിലേക്ക് പ്രമുഖ നേതാക്കന്മാരോട് നമുക്ക് ഉദാഹരണമായിട്ട് മുമ്പിലുണ്ട്. അവിടെ മുമ്പിലുണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എതിർക്കുന്ന അങ്ങനെയാണല്ലോ കോൺഗ്രസിൽ നിന്നൊരു വലിയ വിഭാഗം നെഹ്റുവിൻ്റെ കാലം തൊട്ട് തന്നെ പുറത്തു പോയത്. അഭിപ്രായങ്ങൾ പറയുന്നവരൊക്കെ അടങ്ങുന്ന ഒരു വിഭാഗം പുറത്തു പോയിട്ടുണ്ടല്ലോ. അതിലൊരു പ്രധാന കാരണം ഇത് തന്നെയാണല്ലോ, ഈ നിലപാട് തന്നെയാണല്ലോ. അതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അവഗണിക്കുകയും എഴുതും. പക്ഷേ പാർലമെൻറ്റിൽ അങ്ങനെ പറയുന്നത് അവഗണിക്കാൻ പറ്റില്ലല്ലോ. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത് അവഗണിക്കാൻ പറ്റില്ലല്ലോ. അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ ചെന്ന് അബദ്ധ പ്രസ്താവന നടത്തുന്നത് ന്യായീകരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അതിനെതിരെ എതിർപ്പ് ഉയർന്നു വന്നല്ലേ മതിയാകത്തുള്ളൂ. സാധാരണഗതിയിൽ അവഗണിക്കേണ്ട ഒരു പ്രസ്താവന, അവഗണിക്കപ്പെടാവുന്ന ഒരു പ്രസ്താവന അദ്ദേഹം വഹിക്കുന്ന സ്ഥാനത്തിന് ഒട്ടും അനുയോജ്യമല്ലാത്തതുകൊണ്ട് അത് ശ്രദ്ധിക്കപ്പെട്ടേ മതിയാകത്തുള്ളൂ.
എന്തായാലും എതിർക്കപ്പെട്ടേ മതിയാകത്തുള്ളൂ. അതെ, എന്തായാലും നമുക്ക് അവസാനിപ്പിക്കുമ്പോൾ ഈ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശ്വാസം ഇദ്ദേഹം എന്താണ് പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്നതാണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതും